ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്കായ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. മുരിങ്ങയ്ക്ക നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ ഈ തോരന് വേണ്ട മറ്റ് സാധനങ്ങൾ: അരക്കപ്പ് തേങ്ങ, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, 3 ചുവന്നുള്ളി ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില അരപ്പിനായി, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ജീരകം, ലേശം മുളക് പൊടി. ഇത്രയാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇതെല്ലാം ഈ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കീറിയെടുക്കുക. ചെറിയൊരു പാത്രത്തിൽ എല്ലാ മുരിങ്ങയ്ക്കയും അതേപോലെ തന്നെ കീറുക. മുരിങ്ങയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. മിക്സിയുടെ ജാർ അതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി, 3 ചുവന്നുള്ളി, 2 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം. ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി തേങ്ങാപ്പീലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. മുരിങ്ങയ്ക്കെല്ലാം നല്ലതുപോലെ വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് വേറെ ബൗളിലോട്ട് മാറ്റാം. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളകും കറിവേപ്പില, ചെറുതായൊന്ന് മൂക്കുമ്പോൾ നമുക്ക് അരപ്പിട്ടൊന്ന് പിന്നെ പച്ചമണമൊക്കെ മാറി നമുക്ക് ഈ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായി അതിൽ കൊടുത്തൊന്ന് മിക്സ് ചെയ്യും. ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ്. മുരിങ്ങയ്ക്ക തോരൻ റെഡി.